ക്രിസ്ത്യൻ മീഡിയ സെന്റർ പ്രാർത്ഥനയോട് സമർപ്പിക്കുന്നു ലൂഥറൻ ആരാധനാക്രമം. ദശകങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ പുറത്തിറക്കിയ ആരാധനാക്രമത്തിൻ്റെ പുനരാവിഷ്കാരം ആണിത്. ആരാധനാക്രമം നടത്തിയ ഒളിവറച്ചൻ, മനുപ്രസാദ് അച്ഛൻ, കോറസായി സഭയുടെ ഭാഗം പാടിയ രൂപൻ അച്ഛൻ, ജോൺ ബെനഡിക്ട് സാർ, അൻസ ഒളിവർ, സിൻഡ രൂപൻ, കോഓർഡിനേറ്ററായ സുനിൽ അച്ഛൻ, റെക്കോർഡിംഗ് നടത്തിയ ജോസ് സാർ, കീബോർഡ് വായിച്ച ജോൺ ബെനഡിക്ട് സാർ, കവർ ഡിസൈൻ ചെയ്ത സന്തോഷ് അച്ഛൻ എന്നിവർക്ക് CMC അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. ഈ സംരംഭം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. സാധാരണ ആരാധനാക്രമം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത് അവനല്ലോ. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായുള്ളോവേ, അരിഷ്ടപാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരുമാകുന്നു എന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നു എന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് പകരം മരണത്തിലേൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവൻ നിമിത്തം ക്ഷമിക്കണമേ. നിന്നെയും നിന്റെ ഇഷ്ടത്തെയും കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഓരോരുത്തനും ലജ്ജിച്ചു പോകയില്ല.
യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗ്ഗീയ രാജാവേ, സർവ്വശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്രാ, ലോകത്തിന്റെ പാപപരിധി ചുമക്കുന്നവനായി ദൈവത്തിന്റെ പുനരുള്ളോരേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപപരിധി ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ നിന്റെ ആത്മാവോടും ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും ഞങ്ങൾ നിന്റെ കാവലിനാൽ വിടുവിക്കപ്പെടേണ്ടതിനും ശക്തിയേറിയ നിന്റെ വീണ്ടെടുപ്പിനാൽ രക്ഷ പ്രാപിക്കേണ്ടതിനുമായി നീ നിന്റെ ശക്തിയോടെ ഞങ്ങളുടെ അടുക്കൽ വരേണമെന്നു പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചു കൊള്ളുന്നു. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം.
ഒന്നാമതായി പഴയ നിയമ വേദഭാഗം. ഇന്നത്തേക്കായുള്ള ലേഖന വേദഭാഗം വായിച്ചു കേൾക്കാം. ഇന്നത്തേക്കായുള്ള ലേഖന വേദഭാഗം വായിച്ചു കഴിഞ്ഞു. സഭ എഴുന്നേൽക്കാം. ഹല്ലേലൂയ പാടാം. ഇന്നത്തേക്കായുള്ള സുവിശേഷ വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ഇവിടെ സുവിശേഷ ഭാഗവും വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സഭ എഴുന്നേറ്റ് ധർമ്മശേഖരവാക്യം പാടാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്നു എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കുകയും ആരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്കു തിരികെ താരേണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങേണമേ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ചു നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. തിരുവത്താഴ ആരാധനാക്രമം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായുള്ളോവേ, അരിഷ്ടപാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരുമാകുന്നു എന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നു എന്നും ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നു.
ആകയാൽ ഞങ്ങളഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സഭ മുട്ടുകുത്തി പാപങ്ങളെ കീർത്തന പുസ്തകത്തിൽ കാണുന്ന വിധത്തിൽ ഏറ്റുപറയാം. കരുണയുള്ള ദൈവമേ, അരിഷ്ടപാപിയായ ഞാൻ നിന്റെ മുമ്പിൽ താഴ്ത്തി നിന്റെ കൃപയും ക്ഷമയും യാചിക്കുവാനായി അടുത്തു വരുന്നു. ഞാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബഹുവിധമായ പാപങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ദുഃഖത്തോടെ ഏറ്റുപറയുന്നു. ഹാ ദയുള്ള കർത്താവേ, എന്നെ ന്യായമായി തള്ളിക്കളയേണ്ട നരകത്തിനിടരുതേ. ദൈവമേ, എന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കഷ്ടമരണങ്ങൾ നിമിത്തം ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ വീണ്ടും പാപത്തിനായി പരീക്ഷിക്കപ്പെട്ടാൽ എന്നെ അതിന് വിടാതെ അതിനെ വെറുക്കുന്നതിനും നിന്റെ പ്രിയവൈതരായി നടക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ബുദ്ധിയും ശക്തിയും തരണമേ. ഒടുവിൽ ഞാൻ മരിക്കുമ്പോൾ നിന്റെ സ്വർഗരാജ്യത്തിൽ വന്നു ചേരുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. ഞാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പാപം സംബന്ധിച്ച് നിങ്ങൾ മനഃപൂർവ്വമായി അനുതപിക്കുന്നു എന്നും നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് നിങ്ങളുടെ പാപമുള്ള നടപ്പിനെ ഇതുമുതൽ നന്നാക്കും എന്നുമുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സത്യമായ ഏറ്റുപറച്ചിൽ തന്നെയോ തന്നെയെങ്കിൽ അതെ എന്ന് പറയണം. അതെ. വിളിക്കുകയും നിയമിക്കുകയും ചെയ്യപ്പെട്ട ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിലിന്മേൽ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. അതായത്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരണമായും യേശുക്രിസ്തുവിന് പകരമായും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആരംഭവാക്യം ഏറ്റുചൊല്ലാം. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഓരോരുത്തരും ലജ്ജിച്ചു പോകയില്ല. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്
സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോവേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ നിന്റെ ആത്മാവോട് ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും ഞങ്ങൾ നിന്റെ കാവലിനാൽ വിടുവിക്കപ്പെടേണ്ടതിനും ശക്തിയേറിയ നിന്റെ വീണ്ടെടുപ്പിനാൽ രക്ഷ പ്രാപിക്കേണ്ടതിനുമായി നീ നിന്റെ ശക്തിയോട് ഞങ്ങളുടെ അടുക്കൽ വരേണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചു കൊള്ളുന്നു. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഒന്നാമതായി പഴയ നിയമഭാഗം വായിക്കാം. ഇവിടെ പഴയ നിയമഭാഗം വായിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇന്നേ ദിവസത്തേക്കുള്ള ലേഖന ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. ഇവിടെ ലേഖന ഭാഗവും വായിച്ച് കഴിഞ്ഞു. സഭ ഇപ്പോൾ എഴുന്നേറ്റ് ഹല്ലേലൂയ പാടാം. ഇന്നേ ദിവസത്തേക്കുള്ള സുവിശേഷ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇവിടെ സുവിശേഷ ഭാഗവും വായിച്ച് കഴിഞ്ഞു. ക്രിസ്തുവേ, നിനക്കു സ്തോത്രം. തിരുവചനങ്ങളെ വായിച്ച് കേട്ട നാം ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നിഖ്യ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഏറ്റുപറയാം. ഇപ്പോൾ സഭ എഴുന്നേറ്റ് ധർമ്മശേഖര വാക്യം പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം
എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്നു എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കുകയും ആരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്കു തിരികെ താരേണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങേണമേ. സഭ എഴുന്നേറ്റ് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നാം സ്തോത്രം ചെയ്യുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, സർവശക്തനായ നിത്യ ദൈവമേ, ഞങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്നതും ആകുന്നു. ആകയാൽ ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങൾ നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി വാഴ്ത്തി എപ്പോഴും നിന്നെ സ്തുതിച്ച് പാടുന്നത്. ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹോശന്ന ഹോശന്ന മഹോന്നതൻ ഹോശന്ന. വാഴ്ത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ കർത്താവിൻ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹോശന്ന ഹോശന്ന മഹോന്നതൻ ഹോശന്ന. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ദിവസവുമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് താരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്നേക്കും
കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞത്, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. എൻ്റെ ഓർമ്മയ്ക്കായി ഇതു ചെയ്യുവിൻ. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഇതു കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൻ്റെ സമാധാനം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. സർവശക്തിയുള്ള ദൈവമേ, ഈ വിലയേറിയ ദാനം കൊണ്ട് നീ ഞങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നോടുള്ള വിശ്വാസത്തിലും ഞങ്ങളിലുള്ള അന്യോന്യമായ സ്നേഹത്തിലും നീ കൃപയായിട്ട് ഇതിനാൽ ഞങ്ങളെ ബലപ്പെടുത്തേണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ
എന്നേക്കും വാഴുന്ന നിന്റെ പ്രിയപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്കു സമാധാനം നൽകുമാറാകട്ടെ.